നികേഷ് ചോദിക്കും, ഇവരെന്താ എൻ്റെ കൂടെ മാത്രം ഫോട്ടോ എടുത്തത്, നിങ്ങളുടെ കൂടെ ഒന്നും ഇല്ലല്ലോ, ഇവരെ കാണാൻ ഏതോ ഹിന്ദിക്കാരിയെ പോലെ ഉണ്ടല്ലോ. സുഭാഷ് പറയും, നികേഷേ നീ പാത്രം നോക്കാനല്ല ഇതെടുത്തത്, അത് നോക്കിയിട്ട് അവിടെ വെച്ചേക്ക്. നികേഷ് പറയും, ഞാൻ ഫോട്ടോ നോക്കുന്നതാണ് എൻ്റെ എല്ലാവർക്കും പ്രശ്നം. അച്ഛനാണെങ്കിൽ ഒന്നും പറയാൻ നിൽക്കാതെ അപ്പുറത്തേക്ക് പോവാണ്. സുഭാഷ് ഒന്നും ഒരു മറുപടിയും പറയുന്നില്ല. ഹരീഷ് ചോദിക്കും, ഇതാണോ അച്ഛൻ പുറം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ ലേഡി? സുഭാഷ് അതിന് മറുപടിയൊന്നും പറയില്ല. അച്ഛൻ അങ്ങോട്ട് വരുമ്പോൾ നികേഷ് പറയും, ഒന്ന് നിന്നേ, ഇതാണോ നിങ്ങൾ വെളിനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലേഡി? എന്തിനാ എന്നെ അവരുടെ കൈ കൊടുത്തത്? എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്ന ഒറ്റ ഫോട്ടോ പോലും ഇതിലില്ല. അച്ഛൻ ഒന്നും പറയാതെ പോകാൻ നോക്കുക. നികേഷ് അച്ഛനെ തടഞ്ഞു വെക്കും. എന്നിട്ട് പറയും, ചോദിച്ചതിന് ഉത്തരം പറ, എന്നിട്ട് പോയിക്കോ. സുഭാഷ് പറയും, നികേഷേ അച്ഛനെ വിട്. നികേഷ് പറയും, ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. അച്ഛൻ പറയും, കൈയെടുക്കടാ. അച്ഛൻ പറയും, നിനക്ക് ഉത്തരമല്ലേ വേണ്ടേ, ഞാൻ പറഞ്ഞുതരാം. നിൻ്റെ തള്ള നിന്നെ അല്ലാതെ പിന്നെ നാട്ടുകാരുടെ കുഞ്ഞിനെടുത്ത് ഒക്കത്ത് വെക്കുമോ? ആ ഫോട്ടോയിൽ നിൽക്കുന്ന സ്ത്രീയാണ് നിൻ്റെ അമ്മ. ഇത് വെക്കുമ്പോൾ നികേഷ് വല്ലാതെ ഞെട്ടിപ്പോവും. നികേഷ് ചോദിക്കും, അമ്മയോ? നികേഷ് ആകെക്കൂടെ ടെൻഷനാവുന്നുണ്ട്. നികേഷ് ചോദിക്കും, സുഭാഷ് ഏട്ടാ എൻ്റെ അമ്മയും നിങ്ങളുടെ അമ്മയും വേറെയാണോ? പറ സുഭാഷ് ഏട്ടാ. അച്ഛൻ പറയും, അതേന്ന് പറഞ്ഞില്ലടാ, അവരുടെ അമ്മയും നിൻ്റെ അമ്മയും ഒന്നല്ല. സുധീഷ് ദേഷ്യം വന്നിട്ട് അച്ഛനെ അടിക്കാൻ നോക്കാണ്. അച്ഛൻ ചോദിക്കും, എന്താടാ കൈ പൊന്തുന്നില്ലേ? സുധീഷ് പറയും, നിങ്ങളൊക്കെ എന്താ വേണ്ടേ, ആരോടെ എന്താ എപ്പോഴാ പറയേണ്ടതെന്ന് അറിയില്ല. അച്ഛൻ പറയും, ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റ്? എനിക്ക് നിന്നെപ്പോലെ കള്ളം പറയാനൊന്നും അറിയില്ല. അവൻ എൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ചോദിച്ചു അതാരാന്ന്. ഞാനാ സത്യം പറഞ്ഞു. എന്തായാലും അവൻ അറിയേണ്ട സത്യമാണ്. അല്ലെങ്കിൽ നിങ്ങളെന്തിനാ ഫോട്ടോ എടുത്ത് അവന് കൊടുത്തത്? അത് കണ്ട അവൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതും പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോവാണ്. സുഭാഷാണെങ്കിൽ കരയുക. നികേഷ് സുഭാഷിൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, സുഭാഷ് ഏട്ടാ അപ്പം ഞാൻ നിങ്ങളുടെ അനിയനല്ല സുഭാഷ് ഏട്ടാ? സുഭാഷ് പറയും, അങ്ങേര് പറയുന്നത് നീ കാര്യമാക്കണ്ട, ഞങ്ങളുടെ അമ്മ തന്നെ നിൻ്റെ അമ്മ. നികേഷ് പറയും, അങ്ങനെയല്ല സുഭാഷ് ഏട്ടാ, എനിക്ക് മാത്രമേ ഈ സത്യം അറിയാതിരുന്നുള്ളൂ. നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു. നമ്മൾക്ക് ഒരേ അമ്മയല്ല, എൻ്റെ അമ്മയല്ല നിങ്ങളുടെ അമ്മ. ആരും എന്നോടത് പറഞ്ഞില്ല. ഹരീഷ് പറയും, അമ്മ വേറെ ആയാലും നീ ഞങ്ങളുടെ അനിയനല്ലേ? നികേഷ് പറയും, എന്തുകൊണ്ട് എന്നോടത് പറഞ്ഞില്ല? എത്ര വലിയ കാര്യം ഇത്, എന്നോട് നിങ്ങൾക്കൊന്ന് പറയാമായിരുന്നില്ലേ? ശ്രുതി പറയും, മോനെ നികേഷേ, അമ്മ വേറെ ആയാലും എന്താടാ, നമ്മുടെ അച്ഛനൊന്നല്ലേ? നികേഷ് പറയും, എന്നാലും എന്നോടൊന്നും പറയാമായിരുന്നില്ല. ശ്രുതി പറയും, നീ അറിഞ്ഞിട്ട് എന്തിനാ? സുഭാഷേ നികേഷിനെ കുറേ ആശ്വസിപ്പിക്കാനൊക്കെ നോക്കും. അന്നും ഇന്നും ഒക്കെ നീ എൻ്റെ അനിയൻ തന്നെയാണ്. ഇത് അറിഞ്ഞുകൊണ്ട് ഒന്നും മാറാനൊന്നും പോണില്ല. നികേഷ് അവിടെ നിന്ന് എണീറ്റ് മുറ്റത്ത് പോയിരുന്ന് കരയാണ്. ഹരീഷും സുഭാഷും കൂടെ നികേഷിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഹരീഷ് പറയും, നീ കരഞ്ഞോ, എത്ര വേണേലും കരഞ്ഞോ, പക്ഷേ ഇന്നത്തോടെ ഈ സങ്കടം അവസാനിപ്പിക്കണം. സുഭാഷ് പറയും, നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ. ശ്രുതി നിധിയോട് പറയും, അമ്മ മരിച്ചതിൽ സംശയം തോന്നി പോലീസ് അച്ഛനെ കൊണ്ടുപോയി. പിന്നെ ഈ വീട്ടിൽ ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് സുഭാഷ് ഏട്ടന് 13 വയസ്സാണ്. അച്ഛൻ തിരിച്ചു വന്ന് ലോറി എടുത്ത് എങ്ങോട്ടോ പോയി. അപ്പോഴേക്കും അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനം സുഭാഷ് ഏട്ടനെ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. നിധിയും കരയാണ്. നികേഷാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. സുഭാഷും ഹരീഷും സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നികേഷ് കരച്ചിൽ നിർത്തുന്നില്ല.